തുടക്കം മാംഗല്യം തന്തന ഇതാ തുടക്കമല്ല. ദിസ് ഈസ് ദ തുടക്കം ഓഫ് വിസ്മയ മോഹൻലാൽ. നമ്മുടെ ലാലേട്ടന്റെ മകൾ വിസ്മയ മോഹൻലാൽ സിനിമയിലേക്ക് അരങ്ങേറ്റം. ദ ബിഗിനിങ് ഓഫ് വിസ്മയ മോഹൻലാൽ. അത് തന്നെയല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എലിമെന്റ്. രണ്ടു മൂന്ന് കാര്യങ്ങളും കൂടെ ഉണ്ട്, അത് നമുക്ക് പറഞ്ഞിട്ട് ട്രെയിലറിലേക്ക് നീങ്ങാം. ഡയറക്റ്റഡ് ബൈ ജൂഡ് ആന്റണി ജോസഫ്. 2018 പിന്നെ നമ്മുടെ ഓം ശാന്തി ഓശാന അതൊക്കെ എടുത്ത ആളാണ്. 2018 ലേറ്റസ്റ്റ്. 23 പടം വന്നത്. ഇപ്പൊ 26, 3 വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞാണ് പുള്ളിക്കാരനും സിനിമയിലേക്ക് ഇറങ്ങുന്നത്. പിന്നെ സിനിമാറ്റോഗ്രാഫി ജോമോൻ ടി ജോൺ, ചാർലി, ചാപ്പ കുരിശ് ഇതൊക്കെ എടുത്ത ആളാണ്. കിഡു വർക്കാണ് പുള്ളിയുടെ വർക്ക്. സിനിമാറ്റോഗ്രാഫി പുള്ളിയുടെ എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ചാർലിയിലൊക്കെ എടുത്തു വെച്ചിരിക്കുന്ന സംഭവങ്ങൾ കാണുമ്പോൾ പൊളിയാണ്. എഡിറ്റഡ് ബൈ ചമൻ ചാക്കോ, അനദർ അടിപൊളി വർക്കാണ്. മ്യൂസിക് ഡയറക്ടർ ജേക്സ് ബിജോയ്. യെസ്, ജേക്സ് ബിജോയ് ഇതിന് ആവശ്യമുള്ള മാജിക്കൽ പുള്ളിയുടെ പരിപാടികളൊക്കെ ഇട്ടിട്ടുണ്ടായി. അപ്പം തുടക്കം അതിന്റെ ഒഫീഷ്യൽ ട്രെയിലർ നമുക്ക് കാണാം. പ്രൊഡ്യൂസ്ഡ് ബൈ ആന്റണി പെരുവാർ, ആശീർവാദ് സിനിമയിൽ. പഠിച്ചൊരു ജോലി വാങ്ങാൻ എത്ര നാളായിട്ട് പറയുന്നു. ആ പ്രിയൊക്കെ ഏത് എക്സാം എഴുതിയാലും എല്ലാ വീട്ടിലും പറയുന്ന അതേ സംഭവം തന്നെ. പിന്നെ അതില് എക്സാമ്പിൾ ആയിട്ട് ആരെങ്കിലും ഒരാളെ കാണുമല്ലോ. കൊള്ളാം. ആശീർവാദ് സിനിമാസ്, കല്യാൺ ജുവലേഴ്സ് പ്രസൻസ്. എങ്ങനെയുണ്ട് പ്രകൃതി രമണീയത? വിസ്മയ മോഹൻലാൽ ഇൻട്രൊഡ്യൂസിംഗ് വന്നില്ല, അത് സിനിമയിലായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ പേര് സിയ. മിയ. നൈസ്. ട്വിൻസ് ആണെന്ന് തോന്നുന്നല്ലോ, സിയ മിയ. അവളല്ലേ ഇന്നത്തെ സ്റ്റാർ. വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛനുണ്ട്. ചേട്ടാ കുറച്ചും കൂടെ വലിയൊരു സ്ഥലം ഉണ്ടാവും. ഓ, പഴയ ആക്ട്രസ്. ഒരാഴ്ചക്കുള്ളിൽ ഒഴിപ്പിച്ചോണം. From the director of 2018, സാറ. തനിക്കുള്ള പണിയെ തന്റെ വീട്ടിൽ വരും. ഓ, ഇതെന്താ ചിക്കനോ? ചിക്കനിൽ ഇഞ്ചക്ഷൻ കുത്തിയത്. അന്നത്തെ ആ സംഭവം അച്ഛനെ ഒരു തെറ്റ് പറ്റി. ഇനി അതുണ്ടാവില്ല. ഓ, ഈ ജനലിലൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സീൻ വരുമ്പോ എനിക്ക് പെട്ടെന്ന് ദൃശ്യം ഓർമ്മ വരുന്നത് കേട്ടോ. എന്റെ കൈ കൊണ്ട് തന്നെ കൊല്ലണം. DOP അഖിൽ ജോർജ് ആൻഡ് ജോമോൻ ടി ജോൺ. ഓ, ആന്റണി പെരുമ്പാവൂർ. ഓ, വിസ്മയ മോഹൻലാൽ, ചൂടാൻ കിഡു. അത് പൊളിയാണ് കേട്ടോ. ലാലേട്ടന്റെ ജസ്റ്റ് ഇത്ര ഒരു ഇത് മതി അല്ലേ, വേറൊന്നും വേണ്ട. ഓ മാൻ, കൊള്ളാം. സോ ഓവറോൾ എനിക്കൊരു ഡീസന്റ് സംഭവമാണ് ഫീൽ ചെയ്തത്. ഐ ബിലീവ് ദിസ് മൂവി വിൽ നോട്ട് ബി ദാറ്റ് മച്ച് ഡിസപ്പോയിന്റിങ്. എനിക്ക് തോന്നുന്നു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പുള്ളിക്കാരിക്ക് വിസ്മയ മോഹൻലാലിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും, പുള്ളിക്കാരി ദ നെക്സ്റ്റ് ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെയാണ് കമന്റ് വരുന്നത് കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നു അതിനുള്ളതുണ്ട്. ഇതുവരെ കണ്ടിട്ട് സിമ്പിൾ പടമാണ്. നമുക്ക് ഗസ് അടിച്ച് കയറി പോകാൻ കുറച്ചും കൂടെ സിനിമ ഒക്കെ കണ്ടു കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് എന്തായാലും കഥ ഒരു ഓൾമോസ്റ്റ് മനസ്സിലാവും. എനിക്ക് തോന്നുന്നു അവർ രണ്ടുപേരും, അച്ഛനാണ് സായികുമാർ, അപ്പം ഇവര് ഏതോ ഒരു വാടക വീട്ടിൽ താമസിക്കുന്നത്. എനിക്ക് തോന്നുന്നു അവിടുന്ന് ചിലപ്പം ഇറക്കാനുള്ള ഒരു ഇതായിരിക്കും. ആ സമയത്ത് ഗുണ്ട പരിപാടികളൊക്കെ, അങ്ങനെ പോലീസുകാരും ഇതിന്റെ ഇടയ്ക്ക് കയറും. പക്ഷെ മോഹൻലാൽ എന്തായാലും ഇതിന്റെ അകത്ത് ലാലേട്ടൻ ക്യാമിയോ ആണ്. വലിയ റോളൊന്നും ഇല്ല, ബട്ട് ഒരു ചെറിയ റോളായിരിക്കും. അതൊരു എഫക്റ്റീവ് ആയിട്ടുള്ള റോളായിരിക്കും. എന്തായാലും പുള്ളി ലാലേട്ടൻ വരുമ്പോ അങ്ങനെ അങ്ങ് പോയില്ലല്ലോ. ഇതിന്റെ താടി ഇല്ലല്ലോ ഇവിടെ, നല്ല ഫുള്ള് താടി ഒക്കെ വെച്ച് ഒരു ആർമി ഒരു ക്യാപ്പ് ഒക്കെ ഇട്ട് ആ ഒരു രീതിയിലുള്ള ഫീലാ തോന്നിയത്. മേ ബി ചിലപ്പം വല്ല ആർമിയിലുള്ള ഒരു ബന്ധമായിരിക്കും. കാരണം ഇതിന്റെ അത് സായികുമാർ എനിക്കൊന്ന് കാല് വയ്യാതെ അങ്ങനെ, അപ്പൊ ഇതായിരിക്കാം ചിലപ്പോ. അത് പുള്ളി ഒരു ആർമി ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാം, അവിടെ നിന്നുള്ള ഫ്രണ്ട് ആയിരിക്കാം. സായികുമാർ മോഹൻലാലിന്റെ കൂടെയും അല്ലെ ഫ്രണ്ട് അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുണ്ടോ?
ഉണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഏതെങ്കിലും സിനിമ നിങ്ങൾക്ക് സായികുമാർ അച്ഛനായിട്ട്, മോഹൻലാലിന്റെ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, കമന്റിലൊന്നെ ആവുമ്പം ഇതൊരു കിടുവായിരിക്കും. കാരണം പുള്ളിയെ അച്ഛനായിട്ട്, പുള്ളിയുടെ മോളുടെ അച്ഛനായിട്ട്, അത് വളരെ റയർ ഓഫ് ദ റയറസ്റ്റ് മൂമെന്റ്സ് അല്ലേ. സോ ഓവറോൾ ഇറ്റ്സ് എ ഡീസന്റ് ഫിലിം. പിന്നെ പടം ആശീർവാദ് സിനിമാസ് അല്ലേ, ബാനറിലല്ലേ. അപ്പം ലാലേട്ടന്റെ ഫാൻസ് തന്നെ എനിക്ക് തോന്നുന്നു മതി ഈ ഫിലിം തൂക്കാൻ. സോ ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ മാസം ഓഗസ്റ്റ് 7 ഇറങ്ങി. അവര് റിലീസ് ഡേറ്റ് ഇട്ടില്ല, പക്ഷെ ഓഗസ്റ്റ് 7 ഞാൻ കേട്ടത്, ഈ വരുന്ന ഫ്രൈഡേ. സോ കൂൾ. ഈ ആഴ്ച കുറെ അധികം സിനിമകളുണ്ട്. കാരണം ഓഗസ്റ്റ് തുടങ്ങി, ഓണത്തിന്റെ മാസമാണ്. ഫസ്റ്റ് വീക്ക് തന്നെ കുറെ സിനിമകളുണ്ട്. സോ ഇറ്റ്സ് എ നൈസ് ആൻഡ് ഡീസെന്റ് മൂവി. ട്രെയിലർ കണ്ടിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടികളുണ്ട്. ഇറ്റ്സ് എ ഫാമിലി ഫൺ മൂവിയാണ്. എന്തായാലും ഡിസപ്പോയിന്റ് ആവില്ല എന്ന് എനിക്ക് തോന്നിയത്. സോ നിങ്ങളുടെ വലിയ കമന്റ്സുകൾ ഇടുക. ട്രെയിലറൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടു? വിസ്മയ മോഹൻലാലിന്റെ അഭിനയം കാര്യങ്ങളൊക്കെ. ഇത് പക്ഷെ ഒരു പക്ക ആക്ഷൻ പരിപാടിയാണ്. അത് ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടില്ല, പക്ഷെ സിനിമയിൽ നിങ്ങൾക്ക് കാണാം. അത് കിടുവാണ് ആക്ഷൻ. പുള്ളിക്കാരി തന്നെ കുറെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ ഇനി ഈ വീഡിയോ ഇവിടെ ഞാൻ നിർത്തുന്നു. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു കിടക്കാച്ചി വീഡിയോയിൽ കാണാം. അൺടിൽ ദെൻ ടേക്ക് കെയർ.